ഹായ് ഫ്രണ്ട്സ്, ഡെയിലി യൂസ് സെൻറ്റൻസുകളുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി യൂസ് സെൻറ്റൻസുകൾ റിപ്പീറ്റഡായിട്ട് നമ്മൾ കേട്ട് പരിശീലിച്ചാൽ തന്നെ അതിൻ്റെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ സെൻറ്റൻസുകൾ ആവർത്തിച്ച് കേട്ട് പരിശീലിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ സെൻറ്റൻസിലേക്ക് പോവാം. നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്താറ്? When do you get back at home? When do you get back at home? ഇവിടെ ഗെറ്റ് ബാക്ക് തിരിച്ച് എത്തുക. ഇവിടെ തിരിച്ചെത്തുക എന്നുള്ളതിന് കം ബാക്കും യൂസ് ചെയ്യാവുന്നതാണ്. കം ബാക്ക് മടങ്ങിയെത്തുക, തിരിച്ചു വരിക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഗെറ്റ് ബാക്കും യൂസ് ചെയ്യാം, കം ബാക്കും യൂസ് ചെയ്യാം. പതിവായിട്ട് സംഭവിക്കുന്നൊരു കാര്യം എന്ന നിലക്കുള്ളൊരു ചോദ്യമാണ് ഈ രീതിയിൽ നമ്മൾ ഡു വെച്ച് സിമ്പിൾ പ്രസൻറ്റ് ഫോമിൽ ചോദിക്കുന്നത്. വെൻ എന്ന് വെച്ചാൽ എപ്പോൾ. അതുപോലെ യു, വി, ദേ ഇതുപോലെയുള്ള പ്ലൂറൽ സബ്ജക്റ്റുകൾ ഒന്നിൽ കൂടുതൽ എണ്ണം വരുന്നതിൻ്റെ കൂടെയാണ് ഡു വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെയാണ് പറയുക? ആൻസർ പറയുന്നത് ഞാൻ വൈകിട്ട് 6 മണിക്കുള്ളിൽ എത്താറുണ്ട് എന്ന് പറയാൻ I get back by 6 PM. I get back by 6 PM. ഇവിടെ 6 PM എന്ന് പറയുകയാണെങ്കിൽ വൈകുന്നേരം, ഈവനിങ് എന്നെടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലേ? 6 PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്? വൈകുന്നേരമാണ്. ഇവിടെ യുവിന് പകരം ദേ ആണെങ്കിലോ അവർ എപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്താറ്? When do they get back at home? When do they get back at home? അവർ രാത്രിയാണ് എത്താറ്. അവർ രാത്രിയാണ് എത്താറ്. They get back at night. They get back at night. ഇനി അവനോടോ അല്ലെങ്കിൽ അവളോടോ പ്രത്യേകിച്ചൊരു പേരെടുത്ത് പറഞ്ഞോ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിലോ അവിടെ ഡൂവിന് പകരം നമ്മൾ ഡസ്സാണ് യൂസ് ചെയ്യേണ്ടത്. അവൻ എപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്താറ്? When does he get back at home? When does he get back at home? ഇനി അവളാണെങ്കിൽ when does she get back at home? When does മീര get back at home? മീര എപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്താറ്? ഇവിടെ ഒരാളാണ്. എന്നാൽ നമുക്ക് ചോദിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞതായിട്ടുള്ളൊരു കാര്യമാണെങ്കിലോ അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? അവിടെ നാം ഡിഡ് ഉപയോഗിച്ചിട്ടാണ് ചോദിക്കേണ്ടത്. അതായത് പാസ്റ്റ് ഫോമിൽ. നിങ്ങൾ എപ്പോഴാണ് തിരിച്ചെത്തിയത് എന്ന് ചോദിക്കാനോ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചെത്തിയത്? വെൻ ഡിഡ് യു ഗെറ്റ് ബാക്ക്? വെൻ ഡിഡ് യു ഗെറ്റ് ബാക്ക്? അല്ലെങ്കിൽ വെൻ ഡിഡ് യു കം ബാക്ക് എന്നും പറയാം. നിങ്ങൾ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കാൻ നിങ്ങൾ എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു കം? വെൻ ഡിഡ് യു കം? നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ? വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ? ഇവിടെ ആൻസർ എങ്ങനെയാണ് പറയുക? ഞാൻ ഇന്നലെ എത്തി. ഐ ഗോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എത്തി. ഐ ഗോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വന്നു എന്ന് പറയാൻ ഐ കെയിം യെസ്റ്റർഡേ എന്ന് പറയാം. ഐ കെയിം യെസ്റ്റർഡേ. ഇവിടെ ഗെറ്റ് ഫസ്റ്റ് ഫോമാണ്, ഗോട്ട് എന്നത് രണ്ടാമത്തെ ഫോം. അപ്പോൾ പാസ്റ്റിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയേണ്ടത് എങ്ങനെയാണ്? പാസ്റ്റ് ഫോം, അതായത് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ആൻസറിൽ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഗെറ്റ്, ഗോട്ട്. കം വരിക, കെയിം വന്നു, ഫസ്റ്റ് ഫോം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ തിരിച്ചെത്തി. ഞാൻ കഴിഞ്ഞ രാത്രി തിരിച്ചെത്തി. ഐ ഗോട്ട് ബാക്ക് അറ്റ് ലാസ്റ്റ് നൈറ്റ്. ഐ ഗോട്ട് ബാക്ക് അറ്റ് ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ വൈകിട്ട് വന്നു. ഇന്നലെ വൈകിട്ട് വന്നു. I came yesterday evening. I came yesterday evening. എന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിഡിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്. നീ എപ്പോഴാണ് പോയത്? When did you go? നീ എപ്പോഴാണ് പോയത്? When did you go? ഞാൻ ഇന്നലെ പോയി. I went yesterday. I went yesterday. Go പോവുക എന്നതിൻ്റെ ഫസ്റ്റ് ഫോം, പോയി എന്നത് സെക്കൻഡ് ഫോം വെൻ്റ് ആണ്. അപ്പോൾ ഗോ വെൻ്റ് ആയിട്ട് മാറും. ഇനി വെൻ എന്നതിന് പകരം നമുക്ക് വൈ, എന്തിന് എന്ന് വെച്ച് നമുക്ക് ചോദിച്ചു നോക്കാം. വൈ, എന്തിന്? നീ എന്തിനു വന്നു? വൈ ഡിഡ് യു കം? നീ എന്തിനു വന്നു? വൈ ഡിഡ് യു കം? എന്താണ് നിൻ്റെ ഉദ്ദേശം?
വാട്ട്സ് യുവർ ഇൻറ്റൻഷൻ? വാട്ട്സ് യുവർ ഇൻറ്റൻഷൻ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വാട്ട്സ് യുവർ ഇൻറ്റൻഷൻ? അപ്പോൾ എന്താ ആൻസർ പറയാം? എന്ത് വേണമെങ്കിലും പറയാമല്ലേ? ഞാൻ എൻ്റെ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വന്നതാണ് എന്ന് പറയാനോ? ഞാൻ എൻ്റെ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വന്നതാണ്. I came for my personal needs. I came for my personal needs. ഞാൻ നിങ്ങളെ സഹായിക്കണോ? ഞാൻ നിങ്ങളെ സഹായിക്കണോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? Can I help you? Can I help you? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? Do you need any help? Do you need any help? എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. I want to help you. I want to help you. എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് I want to help you എന്ന് പറയുന്നത്. I want to help you. എനിക്ക് ആഗ്രഹമുണ്ട് സഹായിക്കാൻ. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് മാറിയല്ലേ? അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെ പറയും? I don't want to help you. I don't want to help you. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നേ ഇല്ല. I don't want to help you. അപ്പോൾ എനിക്ക് സഹായമൊന്നും ആവശ്യമില്ല. No താങ്ക്സ്. വേണ്ട, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നോ താങ്ക്സ്, ഐ വിൽ മാനേജ് ഇറ്റ്. നോ താങ്ക്സ്, ഐ വിൽ മാനേജ് ഇറ്റ്. ചോദിച്ചതിനു നന്ദി. താങ്ക്സ് ഫോർ ആസ്കിങ്. താങ്ക്സ് ഫോർ ആസ്കിങ്. ഇനി ഇതേ കാര്യം നമുക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമായിട്ട് ചോദിക്കണമെങ്കിലോ? അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? നീ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഇങ്ങനെ ചോദിക്കാൻ, നീ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? വെൻ വിൽ യു ഗോ ബാക്ക്? വെൻ വിൽ യു ഗോ ബാക്ക്? അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ഉപയോഗിക്കണം? വിൽ യൂസ് ചെയ്യണം. വിൽ. വെൻ വിൽ യു ഗോ ബാക്ക്? നീ നാളെ പോകുമോ? വിൽ യു ഗോ ടുമോറോ? വിൽ യു ഗോ ടുമോറോ? നീ നാളെ പോകുമോ? വിൽ യു ഗോ ടുമോറോ? ഞാൻ നാളെ പോകും. I will go tomorrow. I will go tomorrow. നീ എവിടെ പോകുമോ? നീ എവിടെ പോകുമോ എന്നാണ്. അപ്പോൾ വിൽ വെച്ച് വേണം ചോദിക്കാൻ. Will you go there? Will you go there? നിനക്കവിടെ പോകാമോ എന്ന് ചോദിക്കാനോ? നിനക്കവിടെ പോകാമോ? Can you go there? Can you go there? നിനക്കവിടെ പോകാമോ എന്ന് ചോദിക്കുകയാണ്. പോകാൻ കഴിയുമോ എന്നുള്ള അർത്ഥത്തിൽ. എനിക്കിത് എടുക്കാമോ? എനിക്കിത് എടുക്കാമോ? ക്യാൻ യു ടേക്ക് ഇറ്റ്? ക്യാൻ യു ടേക്ക് ഇറ്റ്? എനിക്കിത് കൊടുക്കാമോ? ക്യാൻ യു ഗിവ് ഇറ്റ്? ക്യാൻ യു ഗിവ് ഇറ്റ്? എനിക്കിത് ചോദിക്കാമോ? ക്യാൻ യു ആസ്ക് ദിസ്? ക്യാൻ യു ആസ്ക് ദിസ്? ഇവിടെയൊക്കെ എന്താണ്? സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. വേർബിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. വേർബ് ഗോ പോവുക, സേ പറയുക, ടേക്ക് എടുക്കുക, ഗിവ് കൊടുക്കുക, ആസ്ക് ചോദിക്കുക. അതുപോലെ വേർബുകൾ വ്യത്യാസപ്പെടുത്തി വേറെയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി പരിശീലിക്കാവുന്നതാണ്. ഓക്കെ. എന്നാൽ ഈ ക്യാൻ വെച്ച് ചോദിക്കുന്നത് സാധാരണ നിലക്കുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്കിത് വളരെ വിനയത്തോടു കൂടി പൊളൈറ്റായിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടതെങ്കിൽ എങ്ങനെ ചോദിക്കണം? ക്യാൻ വെച്ചിട്ടല്ല, കുഡ് വെച്ച് വേണം ചോദിക്കാൻ. കുഡിൻ്റെ കൂടെ പ്ലീസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാം. കുഡ് യു പ്ലീസ് ടേക്ക് ഇറ്റ്? ഇത് എടുക്കാമോ? കുഡ് യു പ്ലീസ് ടേക്ക് ഇറ്റ്? ഇങ്ങനെ വേണം ചോദിക്കാൻ. കുഡ് യു പ്ലീസ് ഗിവ് ഇറ്റ്? കുഡ് യു പ്ലീസ് ആസ്ക് ദിസ്? ഈ രീതിയിൽ വേണം ചോദിക്കാൻ. ഓക്കെ. അതേപോലെ എത്തുക എന്നതിന് യൂസ് ചെയ്യുന്ന രണ്ട് വേർഡുകളാണ് റീച്ച്, അറൈവ് എന്നിവ. റീച്ച് എന്നാൽ എത്തുക, റീച്ച്ഡ് പാസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം എത്തി എന്നാണ് മീനിങ്. അറൈവ് എത്തുക വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അറൈവ്ഡ് എന്ന് വെച്ചാൽ എത്തി, രണ്ടാമത്തെ ഫോം പാസ്റ്റ് ഫോമായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വിൽ യൂസ് ചെയ്യുമ്പോൾ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് ക്വസ്റ്റ്യനിലും ആൻസറിലും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വില്ലിൻ്റെ കൂടെ ഏത് തരം സബ്ജക്റ്റ് ആയാലും, അതായത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വിൽ എന്ന ഫോമിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഡെയിലി സെൻറ്റൻസുകൾ നന്നായി പറഞ്ഞ് പരിശീലിക്കുക. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു കൂട്ടം സെൻറ്റൻസുകളുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.